സ്തോത്രം. ഹല്ലേലൂയ. ജോസഫിൻ്റെ ഭവനത്തിൽ ഫാസ്റ്റിംഗ് പീരീഡ് കടന്നു വരുവാൻ ഇടയായി തീർന്നു. എത്ര പേർക്ക് അനുഗ്രഹമായി? കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. കടന്നു വന്ന ഓരോരുത്തർക്കും വളരെ അനുഗ്രഹമായി തീർന്നു. അനേക സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ആലോചന കേൾക്കുവാനും ദൈവസ്ഥനിൽ നല്ല പാട്ടുകൾ പാടി ആരാധിക്കുവാനും പല വിഷയം വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെയും ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് മാസത്തിൽ ഒരിക്കലാണ് ഇങ്ങനെയുള്ള അവസരം ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളൊന്നും നമ്മൾ വൃഥാവാക്കാതെ നമ്മുടെ ദൈവസന്നിധിയിൽ അത് ഉപയോഗിപ്പാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വിജയ് പാസ്റ്റർ അടുത്ത് പറഞ്ഞാണ് ഇന്ന് വചനത്തിന് സംസാരിക്കണമെന്ന്. വിജയ് പാസ്റ്റർ നൈറ്റ് കഴിഞ്ഞ് വന്നൊരു ക്ഷീണത്തിലായിരിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാൻ കർത്താവിൻ്റെ മേശ ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യം ഉണ്ടല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. അതെടുക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. 140 സങ്കീർത്തനമാണ് ഇന്ന് പൽക്കാലം നമ്മൾ വായിക്കുവാൻ ഇടയായി തീർന്നത്. 140 സങ്കീർത്തനം. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് കാണുവാൻ ഇടയായി തീരും. കുറച്ച് വാക്യമുള്ളെങ്കിലും സംരക്ഷണയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയാണ്. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ശൗൽ രാജാവ് തനിക്കെതിരെ കടന്നു വരുവാനിടയായി തീർന്നപ്പോൾ, ഗുഹകളിലും പലയിടങ്ങളിലും ഓടി കടന്നു പോയപ്പോൾ, ദുഷ്ടങ്ങളിൽ നിന്ന് തന്നെ കാക്കണമേ പരിപാലിക്കണേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്ന് നമുക്ക് വായിക്കാം. ഹോവേ, ദുഷ്ടമനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് സാഹസക്കാരൻ്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ്? ദുഷ്ടൻ്റെ ഹല്ലേലൂയ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് തന്നെ വിടുവിക്കണമേ. നമ്മളെപ്പോഴും കടന്നു പോകുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ, നമ്മുടെ വാഹനത്തെ സംരക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും സംരക്ഷണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ദാവീദ് ഹല്ലേലൂയ ദുഷ്ടൻ്റെ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കണമേ, സാഹസാന്റെ പക്കൽ ഞങ്ങളെ പരിപാലിക്കണമേ. നമ്മളെ പരിപാലിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചറിയുവാനിടയായി തീരണം. ഹല്ലേലൂയ. ലോക മനുഷ്യർ നമ്മളെ പരിപാലിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരിധികളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പരിധികൾക്കപ്പുറമായി നമ്മളെ സഹായിക്കുവാനും വിടുവിക്കുവാനും ശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ആരാധിക്കുക. എത്ര പേര് ദൈവത്തിൽ വിശ്വസിക്കുന്നു? കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ പരിപാലനം എങ്ങനെയാണ് അവൻ ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നമ്മുടെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ലോകത്തിലെ പരിപാലകന്മാർ പലപ്പോഴും ഉറക്കം കടന്നു വരും, മയക്കം കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ കാണാറുണ്ട്. രാത്രിയിൽ കള്ളന്മാർ വന്ന് പലതും അപഹരിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടാണ് അവരറിയുന്നത് അവർ ഉറങ്ങിപ്പോകും. മനുഷ്യരാണ്. എന്നാൽ നമ്മുടെ ദൈവം ജീവനുള്ള സർവശക്തനായ ദൈവമായതുകൊണ്ട് അവൻ ഉറങ്ങാതെ മയങ്ങാതെ ഇരുന്ന് നമ്മുടെ ജീവയാത്രയിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയുടെ ജീവയാത്രയിൽ നമ്മുടെ കൂടെ ഇരുന്ന് ഓരോ ദിവസവും ജയഘോഷമായി നമ്മൾ നടത്തി ദൈവത്തിന് ഞായറാഴ്ച കടന്നു വന്നപ്പോൾ മൗനമായിരിക്കരുത്. ഹൃദയത്തിൻ്റെ ആഴങ്ങൾ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് ദുഷ്ട മനുഷ്യർ അനേകം പേരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഹൃദയത്തിലേക്ക് ദുഷ്ട ചിന്താതികൾ ഇട്ട് കൊടുക്കുന്നത് ദുഷ്ടനായ പിശാചാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെ ശാസിക്കുവാനിടയായി തീരണം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്കെതിരെ ദുഷ്ട മനുഷ്യർ എഴുന്നേൽക്കും. അവർ ചിലപ്പോൾ നല്ല മനുഷ്യരായിരിക്കാം. അവിടെ ഹൃദയത്തിൽ എന്നറിയാമോ ദുഷ്ട ചിന്താഗതി പിശാച് കൊണ്ടിടുവാനിടയായി തീരും. അതിനെ ശാസിക്കുവാൻ ആവശ്യമുള്ള ദൈവബലത്തിന് വേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവരിൽ കൂടെ പല ചിന്താതികളും കടത്തിവിട്ട് നമ്മളെ ഡൗൺ ആക്കുവാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ബലം ഏറ്റെടുക്കുവാൻ ഇടയായി തീരണം. അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. നീ എൻ്റെ ദൈവമെന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു, യഹോവേ എൻ്റെ യാചനകളെ കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് അടുത്ത് വന്ന് പറയുകയാണ് ഹല്ലേലൂയ നീ എൻ്റെ ദൈവമാണ്. എത്ര പേർക്ക് ഹല്ലേലൂയ ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് പറയുവാനിടയായി തീരും, കർത്താവേ നീ മാത്രമാണ് എൻ്റെ ദൈവം, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞറിയാമോ? അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. യഹോവ എൻ്റെ യാചനകൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞേ. യഹോവ എൻ്റെ യാചനകളെ കേട്ടിരിക്കുന്നു. അല്പനേരം നമ്മൾ ചിന്തിക്കുന്നത് യാചനകളെ കേൾക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനേകം പേര് നമ്മുടെ യാചനകളോ കരച്ചിലോ കേൾക്കാതെ നമ്മളെ വിട്ട് അപ്പുറത്തേക്ക് മാറി മാറി പോകുമ്പോൾ ഹല്ലേലൂയ തൻ്റെ ഭക്തന്മാരുടെ യാചനകളെ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാൻ നീയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ നാളിലെ ജീവിതത്തിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അനേക യാചനകൾ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വയ്ക്കുവാനിടയായി തീർന്നു.
അനേക പ്രാർത്ഥനകൾക്ക് മറുപടി ദൈവം നൽകി അടുത്തുള്ളതിന് ദൈവം നൽകുവാനിടയായി തീരും. പ്രാർത്ഥനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഓരോ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുമ്പോൾ അത് ചെറുതായിരിക്കാം, വലുതായിരിക്കാം, ആത്മികമായിരിക്കാം, ഭൗതികമായിരിക്കാം, ഓരോ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യണം? നന്ദി പറയുവാനിടയായി തീരണം. ഞായറാഴ്ച ആയിരിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കണം. ഹല്ലേലൂയ. ദാവീദ് യേശുവിലേക്ക് കടന്നു എന്ന് പറയുകയാണ്, നീ എൻ്റെ ദൈവമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? കഴിഞ്ഞ നാൾ എൻ്റെ യാചനകൾ ദൈവം കേൾക്കുവാനിടയായി തീർന്നു. യാചന എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുമ്പോൾ സ്ട്രീറ്റിലും പലയിടങ്ങളിലും ആൾക്കാർ എന്തുകൊണ്ട് യാചിക്കാറുണ്ട്. ഹല്ലേലൂയ. എനിക്ക് എന്തെങ്കിലും 1 പൗണ്ട് തരണമേ, 50 പെൻസ് തരണമേ യാചിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷന്, നമ്മളായിരിക്കുന്ന സ്റ്റാറ്റസിൽ നിന്ന്, നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒത്തിരി താഴെയാണ് അവരായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമില്ല, അതുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്തുനിന്ന് യാചിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കനിവ് തോന്നി ചിലത് കൊടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കഴിവോ, നമ്മുടെ പ്രൗഢിയോ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ വാഹനമോ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊന്നുമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീരുന്നത്. ദാവീദ് രാജാവാണ്, ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടെന്നറിയാമോ? ദൈവത്തോട് യാചിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുവാൻ, ഹല്ലേലൂയ, തനിക്കെതിരെ ശത്രുക്കൾ വർദ്ധിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, താൻ രാജാവ് നോക്കാ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്നിട്ട് താൻ ദൈവസന്നിധിയിൽ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ദൈവം നിന്നറിയാമോ? കേൾക്കുവാനിടയായി തീരും. ദൈവസന്നിധിയിലേക്ക് തലകളെ ചായ്ച്ച് കടന്നു വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. 116 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവിയെങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ വീണ്ടും അടുത്ത് വന്ന് പറയുകയാണ്, നമ്മളെപ്പോലെ പറയുകയാണ്, യേശുവിനെ ഞാൻ സ്നേഹിപ്പാനിടയായി തീരും. എത്ര പേര് യേശുവിനെ അധികമായി സ്നേഹിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കുള്ള വസ്തുക്കൾ, വകകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ബന്ധക്കാർ, ചാർച്ചക്കാൾ ഉപരിയായി കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദാവീദ് പറയാണ്, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അവനെ അധികം സ്നേഹിപ്പാനിടയായി തീർന്നു. അതുമാത്രമല്ല, അവനെൻ്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് 1-2 ദിവസമല്ല എന്ന് പറഞ്ഞ എല്ലാവരും ജീവകാലം മുഴുവനും. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച കടന്നു വരുമ്പോൾ മാത്രമല്ല, ഹല്ലേലൂയ, യേശുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ മരണം വരെ, ഹല്ലേലൂയ, ജീവകാലം മുഴുവൻ എന്ത് ചെയ്യും? അവനെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. ആശ്രയിപ്പാന്, ഹല്ലേലൂയ, ഒരാശ്രയമില്ലാതെ വരുമ്പോഴാണ് മനുഷ്യർ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോകുന്നു. ഇന്നലെ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. ഇന്ന് പുള്ളിയുടെ അടക്കമായിരുന്നു. CJ റോയ് എന്ന് പറയുന്ന ഹല്ലേലൂയ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനിയായിരുന്നു. കോടിക്കണക്കിന് ഹല്ലേലൂയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റിവെച്ച് ഏകദേശം 56 വയസ്സായപ്പോഴത്തേക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. എന്നറിയാമോ? ആശ്രയിക്കുവാൻ, പണം തന്നിൽ ഹല്ലേലൂയ സ്തോത്രം ആശ്രയമായി കണ്ടെത്തുവാനിടയായിട്ടില്ല. ഉന്നത സ്ഥാനങ്ങൾ, മാനങ്ങൾ, വില കൂടിയ കാറുകൾ ഒന്നും തനിക്ക് ആശ്രയിക്കുവാൻ പറ്റിയില്ല. ഇന്ന് പൽക്കാലം നമുക്ക് ആശ്രയിപ്പാൻ ഒരു വ്യക്തിയുള്ളതാരെ അറിയാമോ? യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. ദാവീദ് പലപ്പോഴും രാജാവാണെങ്കിലും ദൈവസ്ഥലിൽ കടന്നു വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, അവൻ്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചു, അതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും എന്തെന്നറിയാമോ? അവനെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിളിച്ചപേക്ഷിക്കുവാൻ, ആശ്രയിക്കുവാൻ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഇറക്കി വയ്ക്കുവാൻ ഒരു സ്ഥലമുള്ളത് ദൈവത്തിൻ്റെ പാദപീഠമാണ്. ഹല്ലേലൂയ. അവൻ്റെ പാദപീഠത്തിലായിരിക്കും ദൈവമക്കളോട് ഓർപ്പിക്കുവാനുള്ളത്. അവൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നിടത്തോളം നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഇറക്കി വെച്ച് ഹല്ലേലൂയ സ്വസ്ഥതമായി പോകുവാനിടയായി തീരും. ഹന്ന ദൈവസന്നിധിയിൽ മനോവ്യസനത്തോടെ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അന്നത്തെ ഏലി പുരോഹിതന് പോലും അന്നയുടെ വിഷമം മനസ്സിലാക്കുവാനിടയായി തീർന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിന് മനസ്സിലാക്കിയിട്ട് ദൈവം അവളോട് സംസാരിക്കുവാനിടയായി. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഒരു കുഞ്ഞുമായി ദേവാലയത്തിൽ കടന്നു വരുമെന്ന് പറയുവാനിടയായി തീർന്നു. പൽക്കാലം ഹല്ലേലൂയ, നമ്മുടെ വേദനകൾ, ഭാരങ്ങളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ യാചനകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണെന്ന് പൽക്കാലം നമ്മൾ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. 86 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം വായിക്കാം. യഹോവേ എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ, എൻ്റെ യാചനകളെ ശ്രദ്ധിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അനേക ദൈവങ്ങൾ ഈ ലോകത്തിലുണ്ട്. പ്രാർത്ഥനകൾ കേൾക്കാത്ത, കണ്ണുണ്ടിട്ട് കാണാതെയും ചെവി കൊണ്ടിട്ട് കേൾക്കാതെയും വായിട്ടിട്ട് സംസാരിക്കാതെ ഇരിക്കുന്ന അനേക ദൈവങ്ങൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്, എങ്ങനെയാണ്? യഹോവേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹല്ലേലൂയ.
നമ്മൾ ഓർക്കാറുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ, അനേകം പേരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഓരോരുത്തരുടെ പ്രാർത്ഥനകൾ അറിയുന്നത്? നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, സർവ്വവ്യാപിയായ ദൈവമാണ്. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യം പോലുമില്ല. നമുക്കാണ് പരിമിതികളുള്ളത്, നമ്മുടെ ദൈവത്തിന് പരിമിതികളില്ലാത്ത ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ കാണേണ്ടത് പോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തുറക്കുവാനിടയായി തീരും. ദാവീദ് പറയാണ്, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ യാചന ശ്രദ്ധിക്കണമേ. ലോകത്തിലെ മനുഷ്യർ യാചനകളോ അപേക്ഷകളോ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, യാചനകൾ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. നല്ല ശമര്യക്കാരൻ്റെ ഒരു കഥ നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പുരോഹിതന്മാരും പണമുള്ളവരും കഴിവുള്ളവർക്ക് എന്ത് ചെയ്യുന്നറിയാമോ? യാചന ശ്രദ്ധിക്കാതെ കള്ളന്മാരാൽ ക്രൂരന്മാരാൽ വേദനയേറ്റ് കിടക്കുന്ന ആ വ്യക്തിയെ അതിൽ നോക്കിയിട്ട് കടന്നു പോകുമ്പോൾ, അവൻ്റെ യാചന ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നല്ല ശമര്യക്കാരനായ കർത്താവ് എന്തറിയാമോ? അവിടെ ഇറങ്ങി ഹല്ലേലൂയ അവനെ എടുത്ത് ഹല്ലേലൂയ അവൻ കടന്നു വന്ന വാഹനത്തിൽ കയറ്റി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോകുവാനിടയായി. ഇന്ന് പലകാലം ആരെന്നറിയാമോ? അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ നാൾ നമ്മുടെ യാചനയിൽ കേട്ട കർത്താവ് നമ്മളെ അല്ലെങ്കിൽ കിടന്ന അവസരം നമ്മളെ എടുത്ത് ഇത്രത്തോളം കൊണ്ടുവന്ന് അനുഗ്രഹിച്ച ഈ ഞായറാഴ്ച ശക്തിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. 2 ദിനവൃത്താന്തം 6:21 നമുക്ക് വായിക്കാം. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുവാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചനകളെ കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ടു ക്ഷമിക്കണമേ. ശലോമോൻ ദൈവസ്ഥലിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എന്താണെന്നറിയാമോ? ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇന്ന് പലകാലം ഞായറാഴ്ച കടന്നു വന്ന് ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മുടെ നോക്കുമ്പോൾ കുരിശ് തൂങ്ങിക്കിടക്കുന്ന ദൈവം ഒന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ കടന്നു വന്നാൽ എന്നറിയാമോ? അവരുടെ മധ്യേ കടന്നു വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവസ്ഥലിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ശലോമോൻ എന്നാണ്. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന അടിയൻ്റെ പ്രാർത്ഥന ദൈവമേ എൻ്റെ യാചനയും കേൾക്കുമാറാകണം. ദിനവൃത്താന്തം 7:1 കാണും. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് തീ ഇറങ്ങി. വായിച്ചു. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവസ്ഥനിൽ യാചിക്കുന്ന യാചനകളും പ്രാർത്ഥനകളും ദൈവസ്ഥനിൽ എത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, അനുഗ്രഹമായി ദൈവത്തിൻ്റെ തീ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ട് ദഹിക്കേണ്ട ഭാഗങ്ങളെ ദഹിപ്പിച്ച് ഓരോ ദിവസവും നമ്മളെ മുന്നോട്ട് നടത്തുവാനിടയായി തീരും. നമ്മൾ സേവിക്കുന്ന ദൈവം മഹത്വവാനായ ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മടങ്ങി വരാൻ സമയം കടന്നു പോകുന്നല്ലോ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ 6ാമത്തെ വാക്യം വായിക്കുന്നു, നീ എൻ്റെ ദൈവം, ഞാൻ നിന്റെ യഹോവയോട് പറയുന്നത് എൻ്റെ യാചനകളെ കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാചനകളെ കേട്ട് അതിന് മറുപടി നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. മറുപടി ലഭിച്ചതിന് ശേഷം നമ്മുടെ ഹൃദയം എന്ത് ചെയ്യരുത്? നിഗളിച്ചു പോകുവാനിടയാകരുത്. 8ാമത്തെ വാക്യം വായിച്ചേ. യഹോവേ, ദുഷ്ടന്റെ ആഗ്രഹങ്ങളെ നൽകരുതേ, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ദുരുപായം സാധിക്കുകയും അരുതേ. ദുഷ്ടൻ്റെയും നമ്മുടെ ദൈവമക്കളുടെയും ഹൃദയം എന്ത് ചെയ്യരുത്? നിഗളിച്ചു പോകരുത്. ലൂസിഫറിൻ്റെ ഹൃദയം സ്വർഗത്തിൽ വെച്ച് ദൂതനായിരുന്നു, നിഗളിക്കുവാനിടയായി തീർന്നു. നമുക്ക് എത്ര അനുഗ്രഹങ്ങളോ നന്മകളോ ലഭിച്ചാലും നമ്മുടെ ഹൃദയം നിഗളിക്കാതെ ദൈവസ്ഥലിൽ താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ വീണ്ടും വീണ്ടും ദൈവം നമ്മളെ അനുഗ്രഹിപ്പാനിടയായി തീരും. അവൻ്റെ ബലമുള്ള പാദപീഠത്തിൽ താന്നിരിക്കുമ്പോൾ അവൻ നിന്നെ കൈപിടിച്ചുയർത്തുവാനിടയായി തീരും. ദൈവസ്ഥലിൽ യാചിക്കുമ്പോൾ ആ യാചനകളെ കേട്ട് ഹല്ലേലൂയ സ്തോത്രം. ലോകമനുഷ്യൻ നമ്മൾ നൽകുന്ന പോലെ 1-2 പെൻസല നൽകുന്നത്, പൗണ്ടല്ല നൽകുന്നത്. നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണെന്ന് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കാം. യഹോവേ, പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തുമെന്ന് ഞാൻ അറിയുന്നു. അതേ, നീതിമാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും, നേരുള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ആരാ ദൈവസന്നിധിയിൽ വസിക്കുന്നത്? എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. നേരുള്ളവര് ദൈവസന്നിധിയിൽ വസിക്കും. ഇന്ന് പൽക്കാലം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നേരുണ്ടായിരിക്കണം. ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവരായി കാണുവാനിടയാകരുത്. നേരില്ലാതെ രാഷ്ട്രീയക്കാരും ലോകമനുഷ്യരും പലരും നമ്മോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ദൈവം തൂക്കി നോക്കുമ്പോൾ നമ്മുടെ ജീവയാത്രയിൽ, നമ്മുടെ ജോലിയിൽ, പോക്കില് വരവിൽ നേരോടെ നടക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ആ ദൈവം കാണുന്ന ദൈവമാണ്. യഹോവ പീഡിതന് വ്യവഹാരം നൽകും, ദരിദ്രന്മാരുടെ ന്യായത്തെ അവൻ നടത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പീഡിപ്പിക്കുന്ന അനേകം പേര് ലോകത്തിൽ കാണും. ഹല്ലേലൂയ സ്തോത്രം. അവൻ നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. 13ാമത്തെ വാക്യം വായിക്കുന്നു, അതേ നീതിമാൻ യഹോവയുടെ നാമത്തിന്
സ്തോത്രം ചെയ്ത് പൽക്കാലം നമ്മൾ നീതിമാന്മാരാണെങ്കിൽ ഹല്ലേലൂയ വായടക്കി ഇവിടെ ഇരിക്കരുത്. ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുവാനിടയായി. അല്പം പറ്റിയുള്ള ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ദൈവത്രത്തോളം ഹല്ലേലൂയ അനുഗ്രഹിച്ച് നമ്മുടെ യാചനകളെ കേട്ട് നീതിമാന്മാരുടെ ലിസ്റ്റിൽ നമ്മുടെ പേരെഴുതി ആരാധന കടന്നു വന്നപ്പോൾ മൗനമായിരിക്കാതെ ഈ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഫെബ്രുവരി മാസത്തിന് 1-ാം ദിവസം ഹല്ലേലൂയ ഏകദേശം ഹല്ലേലൂയ 12 മണിയാവുന്ന സമയത്ത് ദൈവത്തിന് അല്പം മിനിറ്റുകൾ സ്തോത്രം ചെയ്താട്ട് നേരുള്ളവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കും. ഇന്ന് പൽക്കാല ദൈവസ്ഥലിൽ നമ്മൾ വസിക്കുവാനിടയായി തീർന്നത്, ദൈവത്തെ ആരാധിപ്പാനിടയായി തീർന്നത് നമ്മുടെ ജീവിതത്തിൽ നേരുള്ളത് മുഖാന്തരമാണ്. ഹല്ലേലൂയ ദൈവമാണ് നമ്മളെ നീതിമാന്മാരാക്കുന്നത്. മനുഷ്യൻ നീതിമാന്മാരാക്കുവതിനേക്കാളും മനുഷ്യൻ നമ്മളെ മാർഗിടുവാനിടയായി തീരും. എന്നാൽ ദൈവം ആ മാർഗിനെ വെട്ടിക്കളഞ്ഞിട്ട് അപ്പുറത്ത് ഹല്ലേലൂയ ഉന്നതമായ ചിലത് കണ്ടുവച്ചിട്ടുണ്ട്. മനുഷ്യൻ കണ്ടത് ഹല്ലേലൂയ പരിധികൾക്ക് അകത്തുള്ളതാണ്. എന്നാൽ എൻ്റെ ദൈവം കാണുന്നത് പരിധികൾക്ക് അപ്പുറമുള്ളതാണ്. മനുഷ്യൻ്റെ കണ്ണിന് ഹല്ലേലൂയ ഹൈറ്റിൻ്റെ സൈറ്റിന് പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിന് പരിമിതികളില്ല. എത്ര ഒന്ന് ഏൽപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് അല്പമിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നീതിമാന്മാർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അല്പമിനിറ്റുകൾ ശക്തിയോടെ ബലത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് എല്ലാ തരങ്ങളും യേശുവിന് മുൻപാകെ ഉയർത്തി നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് അല്പമിനിറ്റുകൾ സഭയെ ഉണർന്നാട്ടെ. ഹല്ലേലൂയ. ഈ ജനുവരി മാസം 1-ാം തീയതി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൂട്ടി വരുത്തിയപ്പോൾ യാചനയുടെ ശബ്ദം കേട്ട് ഇന്നോളം വഴി നടത്തിയ ദൈവത്തിന് അല്പമിനിറ്റുകൾ നന്ദി പറഞ്ഞാട്ട് അവൻ ചെയ്ത ഉപകാരങ്ങൾ നന്മകൾ പുറകോട്ടിറങ്ങി ചിന്തിച്ചാൽ അനവധിയുള്ളതാണ്. ഹല്ലേലൂയ. നന്ദി കെട്ടവരായി തീരാതെ നന്ദിയുള്ളവരായി ഞായറാഴ്ച സമയത്ത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് അല്പമിനിറ്റുകൾ കരങ്ങളെ അടിച്ച് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, സർവ്വവ്യാപിയായ ദൈവമാണ്. എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ചില മാനതകൾ, ചില ക്ഷീണങ്ങൾ, ചില ഭാരങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യം ഇറങ്ങി വരട്ടെ. നീതിമാന്മാരുടെ ലിസ്റ്റിൽ എന്നെ നിന്നെയും ആക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യർ പലപ്പോഴും വിടക്കെന്ന് എണ്ണിയാലും ദൈവം പറയാണ് ഞാൻ നീയും നീതിമാന്മാരാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യാം, യേശുവിൻ്റെ രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ദൈവ സാന്നിധ്യത്താൽ ദൈവകൃപയാൽ ഇന്ന് പൽക്കാലി ഹോളിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീതിമാന്മാർ ദൈവസ്ഥനിൽ വസിക്കുവാനിടയായി തീരും. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, കാൽവരി രക്തം, കുഞ്ഞാടിനും മഹത്വം. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ പാതയിലേക്കാണ്. ഹല്ലേലൂയ. ലോക മനുഷ്യർ കൈവിടാത്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ എല്ലാ നാളും ഞാൻ നിന്നോട് ഉണ്ടെന്ന് വാക്ക് പറഞ്ഞത് യേശു കർത്താവ് മാത്രമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിട്ടുപോകും, ബന്ധക്കാർ ചർച്ചക്കാർ വിട്ടുപോകും. ഹല്ലേലൂയ. വിട്ടുപോകാത്ത ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. തളർവണക്കാൻ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യാചനയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ നീതിമാന്മാരുടെ ലിസ്റ്റിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവസ്ഥലിൽ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഞായറാഴ്ചകളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗീയ കൃപയാൽ നന്മയാൽ ഞങ്ങളെ നിറയ്ക്കണം. സ്വർഗ്ഗ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.